ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഭയങ്കര ബോൾഡാണ്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ എന്നാലും നമ്മുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ആണെങ്കിലും നമ്മുടെ കൾച്ചറും ട്രഡീഷനും ഒരു സാധനമില്ലേ, അത് ശരിക്കും ഒരു എന്താ പറയുക ബൗണ്ടറി പോലെ നിന്നിട്ട് അത് നീ അങ്ങനെ ചെയ്യാൻ പാടില്ലോ എന്ന് പറയാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലം അത് പറയാനും പാടില്ല, കാര്യം അവർ അത്രയും ഫോർവേഡായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടെ എങ്ങനെ ചേച്ചി മിക്സ് ചെയ്യാൻ പറ്റുക? രണ്ടും വേണം. നമ്മളുടെ കാലത്തൊക്കെ നമ്മളെയൊക്കെ പഠിപ്പിച്ചിരുന്നതിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും സ്വാതന്ത്ര്യം തരുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഇത്രയൊക്കെ കിട്ടുന്നില്ലേ, അങ്ങനെ നമുക്കൊരു എന്തോ ഒരു ഔദാര്യം തരുന്ന പോലെയാണ്. ഇപ്പൊ നമുക്ക് രാത്രി പോയി നിങ്ങൾക്ക് ഒരു ഔദാര്യം തരുന്ന പോലെയാ, ഇത്രയും കൊണ്ടുപോയല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവകാശമാണെന്ന് ബോധ്യമാണ്. ഇത് രണ്ടും വലിയ വ്യത്യാസമാണ്. നമ്മളുടെയൊക്കെ 55 വയസ്സിൽ ഇപ്പോൾ ഞാൻ തിരിഞ്ഞാലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ചില കാര്യങ്ങളും അതൊരു ഔദാര്യം കിട്ടിയ ചെയ്യാമോ, അത് വലിയൊരു കാര്യമായി പോയി, അവിടെ പോകാൻ പറ്റിയ, ഇങ്ങനെ എപ്പോഴും ഒരു താങ്ക്ഫുൾ ആയിട്ടാണ്. പക്ഷെ ചെറുപ്പക്കാർ കുട്ടികൾ അങ്ങനെയല്ല. പക്ഷെ ഈ അത് ഒരുപാട് പരിശ്രമങ്ങൾ, ഒരുപാട് സമരങ്ങളിലൂടെ പലരാൽ ശ്രമിച്ചാണ് ഈ ഒരുപാട് സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ഇനിയും ഒരുപാട് ബെറ്റർ ആവാനുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും സെക്സിൽ ട്രേഡ്, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അല്ലെങ്കിൽ പെൺകുട്ടികൾ ഉപദ്രവിക്കപ്പെടുന്നത്, റേപ്പ്, കുഞ്ഞുങ്ങളുടെ കൊലപാതകം ഒന്നും ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. അതെല്ലാം അങ്ങനെ നിൽക്കെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഇതൊരു ആൾക്കാരെ ഈ സെക്ഷുവാലിറ്റിയുടെ പേരിൽ വെറുതെ കേസ് കൊടുക്കാം, വെറുതെ പറ്റിക്കാം, വെറുതെ പരാതി കൊടുക്കാം, അത് അങ്ങനെ പ്രശസ്തിയാവാം എന്ന് വിചാരിക്കുന്ന ഒരു മൈനോറിറ്റി ആൾക്കാരും ഇതിനകത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇതൊന്നും തമാശയുള്ള കാര്യങ്ങളേ അല്ല. ഈ പരാതി പറച്ചിലും ഈ ലൈംഗികമായി എന്തെങ്കിലും ചെയ്തു എന്നുള്ള ആരോപണവും ഒന്നും തമാശയല്ല, ഒരു വ്യക്തിയെയും ജീവിതത്തെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അത് വളരെ കരുതലോടെ, ജാഗ്രതയോടെ, വളരെ അറിവോടെ, ചുമ്മാതെ ഫേസ്ബുക്കിലോ അവിടെ എവിടെയോ എഴുതേണ്ട ഒരു കാര്യവുമല്ല. എപ്പോഴും ഒരു ലീഗൽ സിസ്റ്റത്തിനെ സമീപിക്കണം, പോലീസിലോ കോടതിയിലോ പോകാൻ തയ്യാറാവണം നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ. സത്യം. അങ്ങനെ അല്ലാതെ വെറുതെ പറഞ്ഞിട്ട് അത് ഒരു പരാതി പറഞ്ഞാൽ അതിനെ ഏറ്റെടുക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്, അവർ നോക്കിക്കോളും എന്നുള്ള വിശ്വാസത്തിൽ ആരെയും ഉപദ്രവിക്കാമെന്ന് പറയുമ്പോഴാണ് ഇന്ന് നമ്മൾ കാണുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. നമ്മൾക്ക് അങ്ങനെ ഒരു കാലത്തിലല്ല നമ്മളാരും ജീവിച്ചത്. ഞാൻ ജീവിച്ചത് അറ്റ്ലീസ്റ്റ് എനിക്ക് ഉറപ്പായിട്ടും അറിയാം, ഞാനേ അല്ല. അപ്പം നമ്മളൊക്കെ ജീവിച്ചത് നമ്മൾ ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ചുറ്റുപാടും അവരുടെ ചുറ്റുപാടും കൂടെ പരിഗണിച്ചിട്ട് ഒരു കമ്പാഷനോട് കൂടിയാണ് പല കാര്യങ്ങളിലും മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ സിസ്റ്റം മാറണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അന്ന് ഉപദ്രവിച്ച ആൾക്കാരുടെ വേണമെങ്കിൽ പടവിട്ടിട്ട് വേണമെങ്കിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കാമായിരുന്നു. അത് വേണ്ട, അതല്ല ഉദ്ദേശം. സിസ്റ്റം മാറുകയും ചെയ്തു. ഇനി വരുന്ന ജനറേഷനും സേഫ് ആയിരിക്കണമല്ലോ. പിന്നെ അത് ഉറപ്പായിട്ടും മാറണമല്ലോ. നമ്മൾക്ക് അനുഭവിച്ച ഒരു കാര്യം, ഈ അനുഭവം വിഷമം ഉണ്ടാക്കിയ അനുഭവമാണ്, അത് ഞാൻ അനുഭവിച്ചു. നാളെ ഒരു കാലത്ത് അത് എങ്ങനെ ഇല്ലാതാക്കാം, എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടാവണ്ടേ? അപ്പൊ ആ ശ്രമം വന്നു കഴിയുമ്പോൾ തന്നെ, അതിനൊരു ചേഞ്ച് വന്നു കഴിയുമ്പോൾ തന്നെ ചേച്ചി നമ്മുടെ കൾച്ചറും ട്രഡീഷനും വിട്ട് നമ്മുടെ കുട്ടികൾ പോകുന്നില്ല. ഫ്രീഡം എന്ന് പറയുന്ന വേറൊരു കാര്യമാണ്. ഫ്രീഡം കൊടുക്കാതിരുന്ന വീട്ടുകാരുടെ മുന്നിൽ നല്ല കുട്ടിയായിട്ട് അഭിനയിച്ചത് കൊണ്ടും കൾച്ചറും ട്രഡീഷനും കീപ്പ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്ക് സ്വന്തമായിട്ട് ഫ്രീഡം കിട്ടുമ്പോൾ അവർ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. അന്നും അങ്ങനെ തന്നെയാണ് നമ്മുടെ കാലഘട്ടത്തിലും ഇപ്പോഴത്തെ കാലഘട്ടത്തിലും. ഇപ്പോൾ അവർ ചിലപ്പോൾ ഒരു പക്ഷേ ബാംഗ്ലൂറോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ടായിരിക്കും അവരുടെ സ്വാതന്ത്ര്യം കാണിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു അടച്ചു പിടിക്കലല്ല. ഫ്രീഡം കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് നിങ്ങളുടെ ലൈഫാണ്. ഇതിനകത്ത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ സ്വാതന്ത്ര്യത്തിനും ഉത്തരം പറയാൻ നിങ്ങൾ തന്നെ ബാധ്യസ്ഥരാണ്. എനിക്ക് ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടി വളർന്ന ഒരാളാണ് കൊച്ചിലെ മുതലേ. പക്ഷെ അതിന്റെ കൂടെ ഈ റെസ്പോൺസിബിലിറ്റിയും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. എന്ത് ചെയ്താലും നമ്മൾ തന്നെ ഉത്തരവാദിയാ. അതിനകത്ത് ആരും നമ്മൾക്ക് മറപിടിക്കാനോ ഒരു സപ്പോർട്ട് ചെയ്യാനോ വരില്ല. അത് ഫുൾ സ്റ്റോപ്പാണ് അവിടെ. നമുക്കൊരു എന്തെങ്കിലും ഒരു നോ കോമ കുത്ത് ഒന്നുമില്ല. നമ്മൾ തന്നെ